സദഖല്ലാഹു മൗലാനൽ അലീം. ബഹുമാനപ്പെട്ട വേദിയിലുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എന്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി നമ്മിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. 90 വർഷത്തെ പരിശുദ്ധമായ ചരിത്രം അയവിറക്കിക്കൊണ്ട് സമസ്തയുടെ പ്രവർത്തകന്മാരാണ് ഇവിടെ മേളിച്ചിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സെഷനിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയം നമ്മുടെ വഴി എന്നതാണ്. നമ്മുടെ വഴി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇസ്ലാമിന്റെ ആളുകളും മുസ്ലിങ്ങളും ഇസ്ലാം മത അനുയായികളും വിശ്വാസികളുമൊക്കെയാണല്ലോ. പിന്നെ നമ്മുടെ വഴി എന്ന് പറയുമ്പോൾ നാം ഈ വഴി എങ്ങനെയാണ് ഈ വഴിയിൽ നാം പ്രവർത്തിക്കേണ്ടത്, നീങ്ങേണ്ടത്, അണിചേരേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, പരിശുദ്ധ ഇസ്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ച മതമാണ്. സൃഷ്ടികർത്താവായ അല്ലാഹു തന്നെ സൃഷ്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ, അവരുടെ ദുനിയാവിലും അവരുടെ ആഖിറത്തിലും അവരുടെ എല്ലാവിധ ഐശ്വര്യത്തിനും അവരുടെ ക്ഷേമത്തിനും സന്തോഷത്തിനുമായി റബ്ബുൽ ഇസ്സത്താണ് ഇസ്ലാം സംവിധാനിക്കുന്നത്. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോരുത്തരോടും നേരെ വന്നുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഇന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വഴിയല്ല, മറിച്ച് മഹാന്മാരായ പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യം നിർവഹിച്ചിട്ടുള്ളതെങ്കിൽ പ്രവാചക ശൃംഖലയിൽ അവസാനത്തെ കണ്ണി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യം വളരെ വ്യക്തമായി 23 വർഷകാലത്തെ ജീവിതത്തിൽ പറഞ്ഞും കാണിച്ചു കൊടുത്തും ജീവിതം തന്നെ ദർശനമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹാന്മാരായ സഹാബാക്കൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ സഹാബാക്കിറാമിനെ നോക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളതെന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. സഹാബാക്കിറാമിനാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തത്. ഇനി പ്രവാചകന്മാർ വരാനില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് വിശുദ്ധ ഖുർആൻ ഇറങ്ങി. ഇസ്ലാം പൂർണ്ണമായി ഇനി ഇവിടെ വരാനില്ല. അപ്പോൾ വിശ്വാസപരമായി, ആചാരപരമായി, കർമ്മപരമായി, അനുഷ്ഠാനപരമായി എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വരവോടെ പൂർത്തീകരിക്കപ്പെട്ടു. അത് നബി പഠിപ്പിച്ചു കൊടുത്തിട്ടും ഉണ്ട്. പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞു. ആ നബി പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അനാ വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനിവിടെ പഠിപ്പിച്ച ഏറ്റവും വലിയ തത്വം, എന്റെ മുമ്പുള്ള മുഴുവൻ അമ്പിയാക്കന്മാരും ഇവിടെ പഠിപ്പിച്ച ഏറ്റവും വലിയ തത്വം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അല്ലാഹു ആകുന്നു ഏകനെന്ന്. അപ്പൊ വിശ്വാസപരമായി നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ചു തന്നത് ഏകദൈവ സിദ്ധാന്തം തന്നെയാണ്. ഈ സിദ്ധാന്തത്തിന് വിരുദ്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാർ നബിയിൽ നിന്ന് പഠിച്ചിട്ടില്ല. ആ പഠിച്ചിരുന്നു എങ്കിൽ അതല്ല നബി പഠിപ്പിച്ചതല്ല പഠിച്ചത് എങ്കിൽ അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബാക്കൾ നക്ഷത്ര സമാനരാണ്. നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾ വിജയിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നില്ല. അപ്പോൾ സഹാബാക്കിറാം ശരിക്ക് തൗഹീദ് പഠിച്ചിട്ടുണ്ട്, നല്ല നിലക്ക് തൗഹീദ് അവർ പഠിച്ചിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ സഹാബാക്കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി എങ്ങനെ സമീപിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്നതിൽ നിന്നും മാറി നമ്മുടെ വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഞാനൊരു വിഷയം പറയുന്നതിന് ആയത്തോ ഹദീസ് അങ്ങനെയല്ല. നമ്മുടെ റൂട്ട്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വഴി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അനുധാവനം ചെയ്യുന്ന മഹത്തായ പന്താവ് നമ്മുടെ താവഴിയും നമ്മുടെ പൂർവീകന്മാരിൽ നിന്നുള്ള പൈതൃകവും പാരമ്പര്യവുമാണ് നോക്കുന്നത്. ഇവിടെയാണ് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്നതിന് പ്രസക്തിയില്ല. എല്ലാവർക്കും ആയത്തുകൊണ്ടോ ഹദീസ് കൊണ്ടോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. ആയത്തും ഹദീസും ഇന്ന് എന്തിനും ഓതുകയും ചെയ്യുന്നുണ്ട്.
എല്ലാ കാര്യത്തിനും ആയത്ത് ഓതുകയാണ്, ഹദീസും ഓതുകയാണ്. എന്തിനധികം പറയുന്നു, ഞാൻ ദർസിൽ പഠിക്കുന്ന കാലത്താണ് ഇവിടെ 3 ബില്ല് കൊണ്ടുവരുന്നത്. ആ കാലത്ത് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരാൾ കൊണ്ടോട്ടിയിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാണ്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതൊക്കെ നിങ്ങൾക്ക് പഠിച്ചതാണ്, അതുകൊണ്ട് കൃഷിഭൂമി കർഷകന് പഠിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ അതിന് തെളിവാണ്. എല്ലാത്തിനും തെളിവുണ്ടല്ലോ, എല്ലാത്തിനും തെളിവുണ്ട്. അതുപോലെ തന്നെ പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാവരും ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗിയെ അള്ളാഹു ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഭംഗിയുള്ള തുകിലാടകൾ തെരഞ്ഞെടുക്കാൻ സന്ദർശിക്കുക. സംസം ടെക്സ്റ്റൈൽസ് അപ്പ് ഹിൽ മലപ്പുറം, ഞാൻ കേട്ടതാണ്. ഒരാൾ പറയാണ് ഇപ്പൊ. അപ്പൊ ഇതുകൊണ്ട് ഈ ടെക്സ്റ്റൈൽസിന് വേണ്ടി ആയത്തിറങ്ങി ഹദീസ് ഇറങ്ങിയെന്നാണോ നിങ്ങൾ മനസ്സിലാക്കുക? അങ്ങനെയല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ആയത്തും ഹദീസും ഉണ്ടോ എന്നല്ല ഇവിടെ സാധാരണക്കാരൻ നോക്കേണ്ടത്. നമുക്കൊരു പൈതൃകമുണ്ട്, നമുക്കൊരു പാരമ്പര്യമുണ്ട്. ഇന്ന് പറയുന്നു ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്ന് ശനിയാഴ്ചയാണ് എന്നതിന് ഏതാണ് ആയത്ത്, ഏതാണ് ഹദീസ്? ഒന്നുമില്ലല്ലോ. മറിച്ച് നമ്മുടെ ഇന്നലേക്ക് നോക്കുക, ഇന്നലയിലേക്ക് നോക്കുക, അതിന്റെ അപ്പുറത്തേക്ക് നോക്കുക. അങ്ങനെ വരുമ്പോൾ ഇന്ന് ശനിയാഴ്ച, അതിന്റെ രേഖ. ആ രീതിയിലാണ് നമ്മൾ പോരേണ്ടത്. എന്നാൽ അങ്ങനെയാണെങ്കിൽ ആദരവായ റസൂലിന്റെ ശിഷ്യന്മാർ മുത്തുനബിയുടെ വഫാത്തിന് ശേഷം മുത്തുനബിയെ സമീപിക്കുന്നത് കണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ ചെന്നുകൊണ്ട് ഒരാൾ പറയുന്നു, ഇസ്തസ്ഖിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്. മഹാനായ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ ഹദീസ് ഉദ്ധരിക്കുന്നു. ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ് ചൊല്ലുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് കൊണ്ടുവരാ കാര്യങ്ങൾ പറയുന്നു, സഹായാർത്ഥം നടത്തുന്നു. ഇതാണ് നമ്മുടെ റൂട്ട്. ഇനി അവിടെ ഇങ്ങോട്ട് പോകുക. നിങ്ങൾക്കറിയാമല്ലോ മഹാനായ ഇമാം അബൂ ഹനീഫ, യാ കറമസ്തഖലൈനി യാ കൻസൽ വറ ജുദ്ലി ബിജൂദിക വർലനി ബിറിളാക എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം അബൂ ഹനീഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുന്നു. നമുക്ക് കേരളത്തിലേക്ക് വരാം. മഹാനായ ഉമറുൽ ഖാദി അൽ ബിലങ്കോട്ടി, നമുക്കറിയാം മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയുടെ അടുത്ത് ചെന്നുകൊണ്ട് യാ കറമൽ ഖുർമാനായ താബിക്കും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബിക്കും പഠിക്കുന്നുണ്ടോ? എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഈ സംവിധാനത്തിൽ ആരും ചെറുക്കാണെന്നോ കുഫറാണെന്നോ ആരും പറയുന്നില്ല. നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ മാത്രമല്ല ലോകം മുഴുവൻ മുസ്ലിം ലോകവും കീർത്തന കാവ്യമായി, നബി കീർത്തന കാവ്യമായി അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ് ബുർദ. ഈ ബുർദയ്ക്ക് 100ഓളം വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരെ എഴുതിയ വ്യാഖ്യാനങ്ങൾ. ഒരാളും അതിനെ സംബന്ധിച്ചൊരു കുറ്റവും പറഞ്ഞില്ല. അതിലുണ്ട് എന്താണുള്ളത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് വിളിച്ചുകൊണ്ട് പറയുന്നു, നബിയേ, നിങ്ങളല്ലാതെ എനിക്ക് രക്ഷയില്ല, എന്റെ അഭയ കേന്ദ്രം അങ്ങ് മാത്രമാകുന്നു എന്ന് പറയുന്നു ബുർദയിൽ. ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു ഈ ഒരൊറ്റ പറച്ചത് കൊണ്ട്, ഈ പറഞ്ഞു എന്ന ഒരൊറ്റ പദ്യഭേദനം കൊണ്ട് ഒരുപാട് വിഷമങ്ങൾ കൊന്നുകൂടി ഇറങ്ങുന്ന സന്ദർഭത്തിൽ അങ്ങാണ് എന്നെ സംരക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു എന്ന ഏക കാരണത്താൽ ഇമാം ബൂസരി രഹസ്യമായി ഒരാളും പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞതല്ല, എല്ലാം റെഡിയും. കേരളത്തിലെ ഒരു വഹാബി മാത്രം പറഞ്ഞു, നല്ല ഭാഷയും നല്ല കൈകാര്യം നല്ല അറബി പാണ്ഡിത്യമൊക്കെ ഉള്ള ആളാണെങ്കിലും ഇമാം ബൂസരി നരകത്തിൽ കടക്കേണ്ടി വരും, അത് പണ്ഡിത വേഷധാരിയായ പിശാച്ചാകുന്നു എന്ന് വഹാബി പറഞ്ഞു. ശബാബ് 1981 ശബാബ് ഏപ്രിൽ 2 ഇറങ്ങിയ ശബാബിൽ ഇത് കാണാൻ കഴിയും. പ്രിയമുള്ള സഹോദരന്മാർ, ഈ രീതി അപ്പോ നമ്മുടെ റൂട്ട് ഞാൻ ഇത് കാണിച്ചത്, ഈ റൂട്ടിലൂടെയാണ് നമുക്ക് നീങ്ങാനുള്ളത്. ആ റൂട്ട്, ആ പൈതൃകം നമുക്ക് പിന്നോട്ട് നോക്കിക്കൊണ്ട്, ഇതാണ് 5 വക്തിലും ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം പഠിപ്പിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന്റെ മാർഗം നിർദ്ദേശിച്ചു കൊടുത്ത് ഇങ്ങനെ ഫാത്തിഹ ഓതണം. അവൻ നിസ്കാരം തന്നെ ഇല്ല, ഫാത്തിഹ ഓതിയില്ലെങ്കിൽ അവൻ നിസ്കാരമില്ല. ആ ഫാത്തിഹ നിർബന്ധ 5 വക്ത് നിസ്കാരത്തിൽ മാത്രമല്ല, മയ്യിത്ത് നിസ്കാരത്തിലും നിസ്കാരത്തിലും കുസൂബ് നിസ്കാരത്തിലും എന്തൊക്കെ നിസ്കാരം ഉണ്ട് അതിലൊക്കെ നിർബന്ധ. അതിലവൻ പറയേണ്ട ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, പഠിച്ചവനെ ഖുർആനും സുന്നത്തിലേക്ക് എന്നെ നീ നയിക്കണേ എന്നല്ല, മുസ്തഖീമായ വഴി ചേർക്കണേ. ആ വഴി അപ്പൊ ആമുഖം ആയല്ലോ അല്ലേ?
ആമുഖമാണ് ഞാൻ പറയണ്ടേ. ഇനി ബാക്കിയുള്ളത് മുസ്തഫ അഷ്റഫി കക്കൂപ്പടി ഇവിടെ സംസാരിക്കും, അതുപോലെ തന്നെ ബഹാവുദ്ദീൻ മുസ്ലിയാർ സംസാരിക്കും, അബ്ദുൽ ഗഫൂർ അൽ ഖാസിം ഒക്കെ സംസാരിക്കും. എല്ലാവരും സംസാരിക്കും എന്നതുകൊണ്ട് ഞാൻ അതിനെ പൂർണ്ണമായി അനുസരിച്ച് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വഴിയിലൂടെ, ആ നേരായ വഴിയിലൂടെ നീങ്ങാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വ്യതിചലനങ്ങളുടെ വിഷയം അടിസ്ഥാനമാക്കി മുസ്തഫ അഷ്റഫി കക്കപ്പടി സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു.